ഇതാ മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യമായി എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു നല്ലൊരു സ്പെഷ്യൽ കേക്കാണ്. അപ്പോൾ നമ്മൾക്ക് മധുരക്കിഴങ്ങിൻ്റെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം. അതിനുമായി ഞാൻ 2 മുട്ട വൈറ്റ് വേറെ യെല്ലോ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 2 മധുരക്കിഴങ്ങ്, പിന്നെ 1 കപ്പ് പഞ്ചസാര, പിന്നെ 1 കപ്പ് മൈദ, പിന്നെ കുറച്ച് വാനില എസൻസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. അതുമായി നമ്മൾക്ക് ഈ പഞ്ചസാര പൊടിച്ചതൊന്ന് അരിച്ചെടുക്കാം. ഇത് 2 പ്രാവശ്യം അങ്ങനെ അരിച്ചെടുക്കണം. ഇതാ നമ്മൾക്ക് മൈദ അരിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്കൊരു 1/4 സ്പൂണ്, ചെറിയ സ്പൂണാണ്, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതിലൊരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടെ നല്ലോണം അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോഴേ എല്ലാം ഒരേമാതിരി പൊടികൾ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇത് മൈദ 3 പ്രാവശ്യം അരിച്ചെടുത്തു. നമ്മൾക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. നമുക്ക് വെള്ളത്തിലേക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് നമുക്കൊരു മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കുറച്ച് തിളപ്പിച്ചാറിയ ഇളം ചൂട് പാലൊഴിച്ചു നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും നാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അരിച്ചെടുക്കണം. നമുക്ക് ജാറ് മൂടി വെച്ച് അടിച്ചെടുക്കാം. ഇതാ പൊടിച്ചരിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ വൈറ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന യെല്ലോ ഇതിലേക്ക് ചേർത്ത് നല്ലോണം അടിച്ചെടുക്കാം. ഇത് നമ്മളുടെ മധുരക്കിഴങ്ങ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. വേവിച്ചിട്ട് തൊലി കളഞ്ഞ് അരിച്ചു വെച്ചതാണ്. നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റിഫൈൻഡ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് മൈദമാവാണ് ചേർക്കാനുള്ളത്. ഇനി നമ്മൾക്ക് മൈദമാവ് കുറച്ച് ചേർത്ത് ഇളക്കിയെടുക്കാം. എൻ്റെ കൂട്ടുകാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. പിന്നെ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതും കൂടെ ഹൈപ്പ് ചെയ്ത് എനിക്ക് പോയിന്റ് തരണം. നമ്മൾക്കിത് വെച്ച് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. നല്ല കറക്റ്റ് സ്ട്രക്ചറിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ റിബൺമാര് വീഴണം. ഇനി നമ്മൾക്കിത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ കൂട്ട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം തട്ടി കൊടുക്കാം. ഉള്ളിലുള്ള എയറൊക്കെ ഉണ്ട് പുറത്ത് വരട്ടെ. നല്ലോണം തട്ടി കൊടുക്കാം. നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാത്രം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. 1/4 ഭാഗമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾക്കിത് മൂടി വയ്ക്കാം. ഇത് പാത്രം മൂടി വെച്ചിട്ടുണ്ട്. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതാ നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരു 35 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
നമ്മൾക്ക് കേക്ക് പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം. ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് കേക്ക് പുറത്തെടുക്കാം. ഇനി കേക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നമ്മൾക്ക് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി മാതിരി ഉണ്ട്. ഇതാ നമ്മളുടെ മധുരക്കിഴങ്ങ് സ്പെഷ്യൽ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി മാതിരിയുള്ളൊരു കേക്ക്. എല്ലാവരും ഈ ക്രിസ്മസിന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. മധുരക്കിഴങ്ങ് ആരോഗ്യത്തിന് എത്ര നല്ലതാണ് എല്ലാവർക്കും അറിയുന്നതാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ആളൊന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.